ഗുഡ് മോർണിംഗ്. യോഹനാൻ സിമ്മിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറുക്കുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പ്രൗട്ടഡ് റാഗി പൗഡറുണ്ട്. ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 3 തരത്തിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ആവക്കാഡോ. അതിന് വേണ്ടി നമുക്ക് കുറുക്കിൻ്റെ മിക്സ്ചർ ഒന്ന് റെഡിയാക്കാം. 1 ഗ്ലാസ് വെള്ളത്തിൽ 1.5 ടേബിൾ സ്പൂണ് സ്പ്രൗട്ടഡ് റാഗി പൗഡർ, 1 ടേബിൾ സ്പൂൺ നട്ട്സ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കട്ട വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറുക്കുന്ന മുമ്പ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. മധുരത്തിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. ഇതുപോലെ 3-4 ഡേറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. പനം കൽക്കണ്ടം എടുക്കേണ്ടവർക്ക് പനം കൽക്കണ്ടം ആഡ് ചെയ്യാം. ശർക്കര വേണ്ടവർക്ക് ശർക്കര. ആവക്കാഡോ പീസസ് ആക്കി മാറ്റി വെക്കുക. നമ്മൾ മിക്സ് ചെയ്ത കുറുക്കിൻ്റെ ആ മിക്സ്ചർ പാനിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള 1 ഗ്ലാസ് വെള്ളം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഇത് കുറുക്കിയെടുക്കാനായിട്ട് 2-3 മിനിറ്റ് എടുക്കത്തേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. റാഗി കുറുക്കുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് പശുമ്പാൽ, ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് അക്കോർഡിംഗ് ടു ദ മന്താണ് അത് നമുക്ക് ആഡ് ചെയ്യാം. 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മിക്ക പിള്ളേരും പശുമ്പാൽ കുടിക്കാൻ തുടങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. കുറുക്ക് റെഡിയായ ശേഷം കട്ട് ചെയ്ത ആവക്കാഡോൻ്റെ പീസസ് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു സ്മാഷർ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോക്ക് കൊണ്ടോ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. കുറുക്ക് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ആവക്കാഡോ പീസസ് ആഡ് ചെയ്ത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് പേസ്റ്റ് പോലെ നമുക്കിതുപോലെ ആക്കിയെടുക്കാം. ആവക്കാഡോ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില പിള്ളേർക്ക് ഇത് അലർജിക്കാണ്. 3 ദിവസം കണ്ടിന്യൂസ് കൊടുത്ത ശേഷം അലർജിക്കാണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആവക്കാഡോ റാഗി കുറുക്ക് റെഡിയാണ് കേട്ടോ. ഏത്തപ്പഴത്തിനേക്കാളും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ആവക്കാഡോ. അടുത്ത ഫ്രൂട്ട് ആപ്പിളാണ് കേട്ടോ. റാഗി ആപ്പിൾ കുറുക്കാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഹാഫ് ആപ്പിളെ ഞാൻ എടുക്കുന്നുള്ളൂ. മധുരത്തിന് വേണ്ടി 3 ഡേറ്റ്സ് വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1.5 ടേബിൾ സ്പൂണ് സ്പ്രൗട്ടഡ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ആപ്പിൾ നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്യും. 5 to 10 മിനിറ്റ്സ് വെള്ളത്തിൽ ബോയിൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ആപ്പിൾ നന്നായിട്ട് വേവിച്ച ശേഷം 1.5 ടേബിൾ സ്പൂണ് സ്പ്രൗട്ടഡ് റാഗി പൗഡർ, വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് കുരു എല്ലാം കളഞ്ഞത്, 1 ടേബിൾ സ്പൂൺ നട്ട്സ് പൗഡർ, 1/2 ഗ്ലാസ് പാല്, ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇനി അത് കുറുക്കിയെടുക്കാൻ പോവുകയാണ്. 2 മുതൽ 3 മിനിറ്റ് മാത്രം മതി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കണം. കുറുക്ക് വേവിച്ച ശേഷം തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഒരു സ്മാഷർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോക്ക് കൊണ്ടോ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. ആപ്പിളിൻ്റെ പീസസ് നന്നായിട്ട് കടിക്കാൻ പാകത്തിന് കുഞ്ഞിതായിട്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ആപ്പിൾ റാഗി കുറുക്ക് റെഡിയാണ് കേട്ടോ. നെക്സ്റ്റ് ഫ്രൂട്ട് ബനാനയാണ്. ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഫിലിപ്പിനോ ബനാനയാണ്. റോബസ്റ്റർ പഴം എടുക്കാം, ചെറുപഴം എടുക്കാം. ആസ് യൂഷ്വൽ നമ്മുടെ മിക്സ്ചർ കുറുക്കിൻ്റെ മിക്സ്ചർ റെഡിയാക്കാനായിട്ട് 1 ഗ്ലാസ് വെള്ളം, റാഗി പൗഡർ, നട്ട്സിൻ്റെ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത കട്ടയൊക്കെ കളയാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പനം കൽക്കണ്ടമാണ്. പനം കൽക്കണ്ടത്തിൻ്റെ പൊടിക്ക് പകരം ഡേറ്റ്സ് എടുക്കാം. ജാഗരി എടുക്കേണ്ടവർക്ക്, ശർക്കര എടുക്കേണ്ടവർക്ക് അതും എടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല ലൂസാക്കുക. നമ്മുടെ കുറുക്ക് വേവിച്ചെടുക്കുക. ബനാന പീസസ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ഇതുപോലെ ഒരു സ്മാഷർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോക്ക് കൊണ്ടോ നന്നായിട്ട് സ്മാഷ് ചെയ്ത് ബനാനാസ് ചെറിയ പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. കുറുക്ക് വേവിച്ച ശേഷം സ്മാഷ് ചെയ്ത ബനാനയിലേക്ക് ഒഴിച്ച് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിക്സി ജാറിലേക്ക് ബനാന പീസസ് സ്ലൈസ് ചെയ്തിട്ട്
കുറുക്ക് തണുത്ത ശേഷം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലും അടിച്ചെടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 ഫ്രൂട്ട്സാണ് കാണിച്ചിരിക്കുന്നത്: അവക്കാഡോ, ആപ്പിൾ ആൻഡ് ബനാന. പിള്ളേർക്ക് നമ്മൾ കണ്ടിന്യൂസ്ലി റാഗീൻ്റെ കുറുക്ക് മാത്രമായിട്ട് കൊടുക്കുമ്പം അവർക്കൊരു മടുപ്പ് വരും. ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ടേസ്റ്റി ആയിരിക്കും, ആ മടുപ്പും വരില്ല. ഓരോ ദിവസവും ഓരോ ഫ്രൂട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.